ഹലോ, ഇറ്റ്സ് മീ അപ്പു. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. ഇതെൻ്റെ ചേച്ചിയുടെ മോളാണ്, ദക്ഷിക എന്നാണ് കേട്ടോ ആളുടെ പേര്. ഞങ്ങളെല്ലാവരും വീട്ടിൽ അവളെ ദച്ച് മോളെ എന്നാണ് കേട്ടോ വിളിക്കാറ്. അപ്പോൾ ആളുടെ ഒരു ഗെറ്റ് റെഡി വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അവളെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കുള്ള കാര്യമാണ്. വീഡിയോ എന്താവുന്നൊന്നും അറിയില്ല, എന്തായാലും നോക്കാം. അപ്പോൾ ജസ്റ്റ് അവളുടെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സ് ചേഞ്ച് ചെയ്തപ്പോൾ അവളുടെ വിചാരം പുറത്തെവിടെയോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും സന്തോഷം. അവൾക്കാണെങ്കിൽ വണ്ടിയിലൊക്കെ പുറത്തൊക്കെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ ആൾ. പക്ഷേ കുട്ടി അറിയണില്ലല്ലോ പാവം. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവളിങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കണമെന്നുള്ളത്. പിന്നെ എങ്ങനെയൊക്കെയോ പിടിച്ചിരുത്തിയിട്ട് ഒരു പൊട്ട് തൊടാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. പക്ഷെ അവൾക്ക് കവിളിൽ കുത്ത് വേണം പറഞ്ഞിട്ട് ആദ്യം ഇവിടെ കവിളിൽ കുത്തിട്ട് കൊടുത്തേ. അപ്പോൾ പിന്നെ വേറെ എവിടേക്ക് കുത്ത് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവളിപ്പുറത്തെ കവിളിലും കൂടി കാണിച്ചു തരികയാണ് കേട്ടോ. കവിളിലൊക്കെ കുത്തിട്ട് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ പൊട്ടും കൂടി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾക്കങ്ങനെ കൺമഷി അലർജി ആയത് കാരണം ചേച്ചി അങ്ങനെ കണ്ണൊന്നും എഴുതി കൊടുക്കാറില്ല. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു പൊട്ട് തൊട്ട് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ അവൾ എന്തായി കഴുത്ത് ഇങ്ങനെ മുകളിലോട്ട് ആക്കണമെന്ന് വെച്ചാൽ നേരത്തെ ഇവിടെ ഒരു കുത്തിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കൺമഷി പരന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പൊട്ടൊക്കെ തൊട്ട് കൊടുക്കുന്നത് വരെ അവൾ വലിയ കുഴപ്പമില്ലാതെ അടങ്ങിയിരുന്നു കേട്ടോ. പക്ഷെ അതിന് ശേഷം അവളെ പിടിച്ചിരുത്താനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് അവൾ ആ ചാന്ത് കണ്ടിട്ടുണ്ടായിരുന്നു, പലതരം കളറിലുള്ള ചാന്ത്. എല്ലാവർക്കും അറിയാണ്ടാവും. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഓരോ ദിവസം ഓരോ കളർ വെച്ചിട്ട് പൊട്ടിട്ടിട്ട് പോവും. അതേപോലെ ബുധനാഴ്ച ദിവസം ഇടുന്ന ഡ്രസ്സിൻ്റെ കളറ് ആ കളറിൽ വെച്ചിട്ട് പൊട്ടിട്ടിട്ട് പോവും. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെ കടകളിൽ ഇതങ്ങനെ കിട്ടാറില്ല എന്ന് തോന്നുന്നുണ്ട്, അറിയില്ല കേട്ടോ. എന്തായാലും ദച്ചുമോൾക്ക് എപ്പോഴും ആ പൊട്ട് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും അവൾക്ക് പൊട്ടിടണം കേട്ടോ. അപ്പം അതിലെത്ര കളറുണ്ടെങ്കിലും അവൾ അവസാനം സെലക്ട് ചെയ്യണത് ഏതാ, പച്ച, മഞ്ഞ, റോസ്, ഇതൊക്കെ ആയിരിക്കും അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കളറ്. വീണ്ടും അതിലൊരു മാറ്റമില്ല, ഇപ്പോഴും അവൾ സെലക്ട് ചെയ്തത് റോസ് കളറായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ചെറുതായിട്ടൊന്ന് കുട്ടിയുടെ കണ്ണിൽ പൊടിയിട്ടു. ഞാൻ റെഡ് വെച്ചിട്ടാണ് അവൾക്ക് പൊട്ടിട്ട് കൊടുത്തത് കേട്ടോ. അതിൻ്റെ ഇടയിലായിട്ട് ദച്ചുമോളെ എങ്ങോട്ടോ തെന്നി മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ദേഷ്യം വന്നിട്ടാണോ എന്നറിയില്ല. ശരി, അവൾ പോട്ടെ വിചാരിച്ച് ഞാനേ കണ്ണെഴുതാൻ നിൽക്കുമ്പോൾ അവൾ സൈഡിൽ നിന്ന് മേമേ കണ്ണ് പറഞ്ഞിട്ട് അവളുടെ കണ്ണെഴുതി കൊടുക്കാനായിട്ട് പറയണം. എന്നാൽ പിന്നെ അവളുടെ ആഗ്രഹമില്ലേ എന്ന് വിചാരിച്ചിട്ട് ഐലൈനർ വെച്ചിട്ട് തന്നെ ഒരു കുഞ്ഞ് വാലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ണിൽ. പിന്നെ ചെറിയൊരു ചന്ദനം കുറേയും കൂടിയും തൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റെഡിയായി കഴിഞ്ഞപ്പോൾ പിന്നെ പറയണ്ട, അവൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഇനിയിപ്പോൾ അടുത്തത് റെഡിയായി കഴിഞ്ഞല്ലോ, പുറത്ത് പോവുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ പോവാമെന്നാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ എന്തായാലും ഒരുപാട് നേരത്തെ മൽപ്പിടുത്തത്തിന് ശേഷം ഞങ്ങൾ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ റെഡിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ദച്ചുമോൾ സുന്ദരിയായി അല്ലേ എന്ന് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണേ. അതേപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയല്ലോ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും ടാറ്റാ.